അത് ഏത് വേണം എന്ത് വേണം? വന്നത് ആ നിങ്ങളുടെ വിജ്ഞാനദായിനി ഗ്രന്ഥശാലയുടെ ഉദ്ഘാടനമാണ് വരുന്നത്. അതിപ്പോഴും ഉണ്ട്. അത് അതെ അതെ ഉണ്ട്. ആ കുറച്ചുനാളുടെ ഡിമായിരുന്നു, ഇപ്പൊ ഉണ്ട്. ആ ആ ആ സാറിനെ വിളിച്ചില്ലായിരുന്നു? വിളിച്ചു. ഞാൻ അപ്പൊ തിരക്കിലായിരുന്നു. ഞാനൊരു പുസ്തകം വായിക്കണതിന്റെ തിരക്കിലായിരുന്നു. അപ്പൊ എന്നാണത്? ഈ വരുന്ന ബുധനാഴ്ച 10-ം തീയതി രാവിലെ 10 മണിക്കാണ്. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? സാറ് നിലവിളക്ക് കൊടുത്ത് ഉദ്ഘാടനം ചെയ്യണം. അവിടുത്തെ പ്രധാന എഴുത്തുകാരൻ ഇതിൽ സാറാണല്ലോ അതിന്റെ ഒരു ഏറ്റവും വലിയ അങ്ങനെയൊന്നുമില്ല. പുസ്തകം വായിച്ചാൽ വളരും, പുസ്തകം വായിച്ചില്ലെങ്കിൽ വളയും. അപ്പൊ അത് പുസ്തകം എന്ന് പറയുന്നത് എന്റെ കൂടപ്പുറപ്പാണ്. ഞാൻ തലയിണക്ക് വെച്ച് കഴിയുന്നത് ഈ പുസ്തകങ്ങളാണ്. അങ്ങനെ തലയിണ ഞാൻ വെക്കാറില്ല. എട്ടിപ്പിടിച്ച് കിടന്നുറങ്ങണതും പുസ്തകങ്ങളാണ്, വൈഫല്ല. അപ്പൊ അതുകൊണ്ട് പുസ്തകം എൻ്റെ ഒരു ഹരമാണ്. പുസ്തകം ഇല്ലെങ്കിൽ സത്യത്തിൽ ഞാൻ ചത്തുപോയേനെ. അപ്പൊ പുസ്തകം അവിടെ എത്ര എണ്ണം ഉണ്ട്? അവിടെ 300 പുസ്തകങ്ങളുണ്ട്. 300 പോരാ. ഒരു ഗ്രന്ഥശാല എന്ന് പറയുമ്പോൾ 10,500 പുസ്തകം വേണം. എന്റെ വീടിനകത്ത് എത്രയോ പുസ്തകം, 3000 പുസ്തകമുണ്ട്. സാറിന്റെ കുറച്ച് പുസ്തകങ്ങൾ ഞങ്ങൾ തീർച്ചയായിട്ടും അതൊക്കെ ആലോചിക്കാവുന്ന വിഷയങ്ങളാണ്. സാർ എഴുതിയ പുസ്തകങ്ങളും കൂടുതലുണ്ടാവും. ആയിക്കോട്ടെ. അവിടെ ഒരു CCTV ക്യാമറ വെക്കണം. കാര്യം എന്ന് വെച്ചാൽ ഇവന്മാർ പുസ്തകം വായിച്ചിട്ട് ഇഷ്ടപ്പെട്ട പുസ്തകമാണെങ്കിൽ എടുത്തുകൊണ്ട് പോകും. പുസ്തകം ഒരിക്കലും നമ്മൾ വായിക്കാൻ കൊടുക്കരുത്. വായിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ കശ്മലന്മാർ തരില്ല. എമ്മാടികളാണ്, ഉഴപ്പന്മാരാ, അലമ്പന്മാരാ. അപ്പൊ അതുകൊണ്ട് പുസ്തകം എടുത്തുകൊണ്ട് പോകാനുള്ള സമയം കിട്ടും. അവിടെ ഇരുന്ന് വായിച്ചിട്ട് പോയിക്കോട്ടെ. ഞങ്ങൾ അതിന്റെ രജിസ്റ്റർ ഒക്കെ മെയിൻറ്റെയിൻ ക്യാമറയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കും. എന്നാണ് അപ്പൊ അത്? ഈ വരുന്ന 10-ം തീയതി രാവിലെ. 10-ാം തീയതി ഒഴിവുള്ളൂ. വേണ്ട, വണ്ടി വേണ്ട. ഞാൻ എന്റെ വണ്ടി വാടക കൊടുത്തു പോയി. കേട്ടാ, ഞങ്ങൾ നോട്ടീസിൽ വെച്ചേക്കട്ടെ. നോട്ടീസ് വെച്ചു. ജീവിച്ചിരിപ്പണി വരും.